വിവിധ വിഷയങ്ങളെ സംവാദാത്മകമായി പരിശോധിക്കുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇന്ന് നമ്മൾ പോകുന്നത് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ്. വലിയ പ്രതിസന്ധി തീർക്കുന്ന ഘട്ടമാണ്. KPCC DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയിൽ സമവായ ചർച്ചകളിൽ ധാരണ ഉണ്ടാക്കാനാകുന്നില്ല നേതൃത്വത്തിന്. നേതാക്കൾ തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കി പ്രാഥമിക പട്ടിക സമർപ്പിക്കാൻ ആകാത്തതിൽ AICC നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് സൂചന. നമുക്കാദ്യം റിപ്പോർട്ടൊന്ന് കാണാം. DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ MPമാരുടെ നിർദ്ദേശങ്ങൾ വന്നതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. കൊടിക്കുന്നിൽ സുരേഷ്, കെ സുധാകരൻ, ശശി തരൂർ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ പുതിയ പേരുകൾ മുന്നോട്ട് വച്ചു. പഴയ AI ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കാത്തതിലും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. 5 DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലാണ് വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് വലിയ തർക്കമുള്ളത്. മലബാറിലെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ കടുത്ത നിലപാടിലാണ് സുധാകരൻ. തിരുവനന്തപുരത്ത് തന്റെ നോമിനി ചെമ്പഴന്തി അനിലിനായി VD സതീശനും കടുംപിടുത്തം തുടരുന്നു. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ആലപ്പുഴയിലുള്ള KC വേണുഗോപാലുമായി നേതാക്കൾ ചർച്ച നടത്തും. മുതിർന്ന നേതാക്കളുമായും MPമാരുമായും വീണ്ടും ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന. ഇതിനുശേഷം പൊട്ടിത്തെറി ഒഴിവാക്കാൻ ജംബോ കമ്മിറ്റിയുടെ പട്ടികയുമായി സണ്ണി ജോസഫ് വീണ്ടും ദില്ലിയിലേക്ക് തിരിക്കും എന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി തന്നെ ചേരുകയാണ് ഈ ഘട്ടത്തിൽ. നിർഭൻ, പ്രാഥമികമായ പട്ടിക പോലും നൽകാനാകുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ഇരുന്നൊരു പുനഃസംഘടന അതുപോലും ആകാത്ത സ്ഥിതി. അതായത് ഇതിൻ്റെ ഉള്ള് എത്ര കണ്ട് ദ്രവിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണവും നിയമസഭയും ഒക്കെ വരാനിരിക്കുന്നു. അവിടെയാണ് കണ്ടത് സാധാരണഗതിയിൽ ഒരു തർക്കം കോൺഗ്രസിൽ അത് നിത്യേന ഉള്ളതാണ് എന്ന കരുതി വാർത്തയിൽ പ്രാധാന്യം നേടേണ്ട ഒന്നല്ല. എത്രയേറെ ഉള്ളു ദ്രവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ പ്രതിപക്ഷത്തിരുന്നിട്ടും എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ, വിവരങ്ങൾ, അതൃപ്തികൾ? അജിംഷാദ്, ഇതിൻ്റെ പുനഃസംഘടന സംബന്ധിച്ച് പുതിയ ഭാരവാഹികൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ AP അനിൽകുമാറും വിഷ്ണുദാസും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും വന്ന ശേഷം UDFിൻ്റെ കൺവീനറായി അടൂർ പ്രകാശും വരുന്നു. അതിനുശേഷം സമ്പൂർണ്ണ പുനഃസംഘടനയാണ് KPCC ഒപ്പം തന്നെ AICCയും ആലോചിച്ചിരുന്നത്. പക്ഷേ അത് സമ്പൂർണ്ണ പുനഃസംഘടന പോയാൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ AICCയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടി വരും. അതായത് ദളിത്, പിന്നോക്ക പ്രാതിനിധ്യം, വനിത, ഒപ്പം തന്നെ യുവജന പ്രാതിനിധ്യം. അതങ്ങനെയാണ് 50%. ബാക്കിയുള്ള 50%ത്തിലാണ് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആളെ തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ ഗ്രൂപ്പല്ലല്ലോ, AI ഗ്രൂപ്പുകളുടെ പ്രതാപകാലം കഴിഞ്ഞു. പുതിയ VD സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന വേറൊരു ഗ്രൂപ്പ് വന്നു. അത് ഇപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അത് ആ നിലയിലാണ് സംഘടനയുടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടെ നിൽക്കുന്നവരെ ഈ കമ്മിറ്റിയിലേക്ക് കയറ്റാൻ ഉള്ള പ്രയാസം വരും, ഈ പ്രാതിനിധ്യം വരും. അതുകൊണ്ട് സമ്പൂർണ്ണ പുനഃസംഘടന എന്ന ഭാഗം അവർ ഒഴിവാക്കി. പകരം നിലവിൽ നിർജ്ജീവമായ KPCC ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കുക, പകരം പുതിയ ജനറൽ സെക്രട്ടറിമാരെ കൂടി ഉൾപ്പെടുത്തി അത് വിപുലീകരിക്കുക. ഒപ്പം തന്നെ KPCC സെക്രട്ടറിമാർ ഇപ്പോഴില്ല, അതും കൂടി പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 50-ന് താഴെ 60 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി വരുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ആ ചർച്ചകളുമായി മുന്നോട്ട് പോയി. ഒപ്പമാണ് DCC പ്രസിഡന്റിൻ്റെ കാര്യം. DCC പ്രസിഡന്റിൻ്റെ കാര്യത്തിൽ സമാനമായ സ്ഥിതിയായിരുന്നു. തൃശ്ശൂരാണ് ഏറ്റവും അവസാനം പുതിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട K മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട അവസാനം DCC അധ്യക്ഷനെ തീരുമാനിച്ചത്. ബാക്കി 13 DCC അധ്യക്ഷന്മാരെ മാറ്റണം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് AICCയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി AICCക്ക് നൽകിയ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ദില്ലിയിൽ വെച്ച് MPമാരുമായി ആശയവിനിമയം നടത്തുമ്പോൾ MPമാർ കടുത്ത വിയോജിപ്പ്, മലബാറിലെ 3 DCC അധ്യക്ഷന്മാരെ മാറ്റാൻ ആവില്ല എന്ന നിർദ്ദേശം കെ സുധാകരൻ കടുംപിടുത്തം ഉന്നയിക്കുന്നു. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിലിന് വേണ്ടി കടുത്ത നിലപാട് VD സതീശൻ ഉന്നയിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള കൊടിക്കുന്നിൽ സുരേഷ് കൊല്ലത്ത് DCC അധ്യക്ഷന് വേണ്ടിയുള്ള വാദം ഉന്നയിക്കുന്നു. അങ്ങനെ 5 ശക്തമായ വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട്. മറ്റ് ചില ജില്ലകളിൽ സമാനമായ പ്രശ്നമുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴാണ് പട്ടിക AICC നേതൃത്വത്തിന് കൊടുക്കാനാകാതെ സണ്ണി ജോസഫ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. ഇനി നേരത്തെ നമ്മൾ വാർത്തയിൽ തന്നെ പറഞ്ഞതുപോലെ ഇനിയുള്ള വിഷയമെന്ന് പറഞ്ഞാൽ സമവായത്തിലൂടെയെങ്കിലും പ്രശ്നം പരിഹരിക്കുകയാണ്. അങ്ങനെ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിച്ചാൽ നിലവിലുള്ള KPCC ജനറൽ സെക്രട്ടറിമാരെ മാറ്റില്ല, പുതിയ ആൾക്കാരെ അതിനകത്ത് തിരികെ കയറ്റുകയും ചെയ്യും. DCC പക്ഷേ നിർഭൻ, ഈ ജംബോ കമ്മിറ്റി പാടില്ല, അത്തരത്തിൽ പലതരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ അതൃപ്തി പ്രാഥമിക പട്ടിക ആക്കാനാകുന്നില്ല. ഈ മാനദണ്ഡങ്ങൾ കൂടി പാലിക്കാനാകുമോ? ഇത്യാദി വിഷയങ്ങൾ കൂടിയുണ്ട്. ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ. അജിംഷാദ്, ഇപ്പോൾ മാനദണ്ഡങ്ങൾ ഇനി ബാധകമാകില്ല. കാരണം ഇനിയിപ്പോൾ
വനിതകൾക്കുള്ള പ്രാതിനിധ്യവും ഒപ്പം തന്നെ ഇതിനകത്ത് ദളിത് പിന്നോക്ക പ്രാതിനിധ്യവും യുവജനങ്ങളുടെ പ്രാതിനിധ്യവും വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കിയത്. ഇപ്പോൾ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെ വച്ചപ്പോൾ പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ വിഷ്ണുനാഥ്, ഒപ്പം AP അനിൽകുമാർ, ഒപ്പം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വനിതാ നേതാക്കൾ ഉണ്ടായിരുന്നു. ഒന്നിലധികം പരിഗണിക്കപ്പെടുന്ന നിരവധി പേരുകളുണ്ട്. ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നത്. അതിനുശേഷം ഇനി KPCC ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രാതിനിധ്യം വരണമെന്നില്ല. യുവജന പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായ അതിന് മുൻപ് രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായ കാലം മുതൽ ഒരു നിര നേതാക്കൾ ഭാരവാഹിത്വം ഒഴിഞ്ഞ് പുറത്തുണ്ട്. DCC അധ്യക്ഷന്മാർ പുറത്തുണ്ട്. KSU നിന്നും യൂത്ത് കോൺഗ്രസ് നിന്ന് ഭാരവാഹിത്വം ഒഴിഞ്ഞ് വെറുതെ നിൽക്കുന്ന നേതാക്കളുണ്ട്. ഇവർക്കൊന്നും സ്ഥാനമാനങ്ങളില്ല. ഒപ്പമാണ് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായി താരതമ്യേന ജൂനിയറായ AP അനിൽകുമാറിനെയും ഒപ്പം തന്നെ വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മേളിലുള്ള നേതാക്കളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബെന്നി ബെഹനാൻ, KC ജോസഫ്, ചെറിയാൻ ഫിലിപ്പ്, പന്തള സുധാകരൻ, അങ്ങനെ ഇനിയുള്ള സീനിയർ നേതാക്കൾക്കൊന്നും ഇവരുടെ താഴെ ഇനി KPCC സെക്രട്ടറിമാരോ ജനറൽ സെക്രട്ടറിമാരോ ഇരിക്കാൻ കഴിയില്ല. അവരും പുറത്താണ്. അങ്ങനെ വലിയ തരത്തിൽ ആശയക്കുഴപ്പമുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പരമാവധി ഉൾപ്പെടുത്തേണ്ട അംഗങ്ങളെ നിർണ്ണയിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 1-2 അംഗങ്ങളെ മാത്രമേ പുതുക്കി അതിനകത്ത് ഉൾപ്പെടുത്താനും കഴിയുള്ളൂ. അതുകൊണ്ട് ഇനി DCC അധ്യക്ഷന്മാരായി ഒഴിയുന്നവർക്ക് പദവി നൽകണം. പുതിയ DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരെ അധികമായി അതിനകത്ത് കുത്തിക്കയറ്റുമ്പോഴേക്കും സ്വാഭാവികമായത് മുല്ലപ്പള്ളിയുടെ കാലഘട്ടത്തിലെ ജംബോ കമ്മിറ്റിയിൽ KPCC പോകാനാണ് സാധ്യത. ഇന്നലെ കൊച്ചിയിൽ വെച്ച് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ന് KC വേണുഗോപാൽ ആലപ്പുഴയിലുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടകനായിരുന്നു. അവിടെ വെച്ച് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. ഈ ആഴ്ച തന്നെ, അതായത് കഴിഞ്ഞ ആഴ്ച ഈ ലിസ്റ്റ് വരേണ്ടതായിരുന്നു, വന്നില്ല. ഇനി ഈ ശനിയാഴ്ചയ്ക്കുള്ളിൽ ലിസ്റ്റുമായി AICC ആസ്ഥാനത്തെത്തി ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഇനി AICC കടുത്ത തീരുമാനത്തിലേക്ക് ഒരു മാനദണ്ഡ അടിസ്ഥാനത്തിൽ പ്രഖ്യാപനം അവിടെ നിന്നുണ്ടാവുകയാണെങ്കിലും ഇവിടെ പൊട്ടിത്തെറിവുണ്ടാവും. ഇനി ചേർക്കപ്പെടുന്നതും ഒഴിവാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട അതിർത്തി സ്വാഭാവികമായി പ്രകടമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റാൻ വേണ്ട തരത്തിലുള്ള ശ്രമം നടത്തിയ ഒരു KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിനൊപ്പം കോഴിക്കോട് നിന്ന് വരികയും അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്ത ശേഷം വാർത്തകൾ ചോർത്തി കൊടുത്ത് KPCC അധ്യക്ഷൻ സുധാകരനെ മാറ്റാൻ പോവുകയാണ് എന്ന മറുചേരിക്ക് വേണ്ടി വേണ്ട ഒത്താശ ചെയ്തൊരു നേതാവിനെ ഇപ്പോൾ KPCCയുടെ പ്രസിഡന്റായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരെ സുധാകരൻ കടുത്ത ഭാഷയിലാണ്, രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. സുധാകരന്റെ വാക്കുകളൊന്ന് കേൾക്കാം നിർഭൻ. DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള നീക്കങ്ങൾക്കെതിരെ ഉളിയമ്പുമായി സുധാകരൻ രംഗത്തെത്തുന്നു. ഇപ്പോൾ നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെട്ടാനായി വാർത്തകൾ ചമച്ചിട്ടുള്ള നേതാവിനടക്കം എതിരെ അദ്ദേഹം ഉളിയമ്പയിക്കുന്നത് കൂടി ഈ വരികൾക്കിടയിൽ വായിക്കാവുന്നതാണ്. സുധാകരൻ്റെ വാക്കുകൾ. ഞാൻ പറഞ്ഞത് നല്ല കൊള്ളാവുന്ന DCC പ്രസിഡന്റുമാരെ മാറ്റരുത് എന്നാണ്. പക്ഷെ എല്ലാവർക്കും താല്പര്യങ്ങളുണ്ടാകുക, താല്പര്യങ്ങൾ പറയും. പക്ഷെ അത് അവിടെ തീർത്ത് പോയിട്ട് പോകുന്നുണ്ട്. ഇനിയും അത് നന്നായി ചർച്ചയിലോട്ട് തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും നിർഭൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സുധാകരൻ്റെ വാക്കുകൾ, അദ്ദേഹം DCC പ്രസിഡന്റുമാരുടെ കാര്യങ്ങളാണ് മാത്രമാണ് പറയുന്നതെങ്കിലും ഇതിനുള്ളിലെ പല വിധത്തിലുമുള്ള അതൃപ്തികളുടെയും അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും ഒക്കെ തുടർന്ന് വരാൻ പോകുന്ന പോരാട്ടത്തിൻ്റെ ഒക്കെ സൂചനകളും അതൃപ്തികളും ആ വാക്കിലുണ്ട്. തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. മലബാറിലെ 3 DCC അധ്യക്ഷന്മാരെ മാറ്റരുത് എന്ന നിലപാട് തന്നെയാണ് സുധാകരൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ തനിക്ക് അനിഷ്ടമുള്ള, തന്നെ ഈ പദവിയിൽ നിന്ന് ചാടിക്കാനുള്ള ശ്രമം മുഴുവൻ നടത്തിയ ഒരു നേതാവ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ KPCCയുടെ വൈസ് പ്രസിഡന്റ് എന്ന പട്ടികയിലുണ്ട്. ആ പട്ടികയിൽ നിന്ന് അയാളുടെ പേര് ഒഴിവാക്കണം എന്ന് വളരെ ഉറച്ച നിലപാട് തന്നെ സുധാകരൻ AICC നേതൃത്വത്തെ അറിയിച്ച ശേഷമാണ് ദില്ലിയിൽ നിന്ന് അദ്ദേഹം പ്രതികരിച്ചത്. അതിനുശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തെ പ്രതികരണത്തിൽ DCC അധ്യക്ഷന്മാരെ പറയുന്നത് കഴിവുള്ളവരെ മാറ്റരുത് എന്നാണ്. ആ കഴിവുള്ളവരെന്ന് പറയുന്നത് അദ്ദേഹം നിർദ്ദേശിക്കുന്ന 3 പേരുണ്ട്, 3 DCC അധ്യക്ഷന്മാരുണ്ട്. അവരെ 3 പേരെയും മാറ്റരുതെന്നാണ്. കൊടിക്കുന്നിൽ സുരേഷ് കൊല്ലത്തെ സംബന്ധിച്ച് ഇതേ നിലപാട് സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്ത് പാലോട് രവി ഈ VD സതീശൻ്റെ അടുത്ത അനുയായിയായും KCയുടെ പിന്തുണയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനായത്. അദ്ദേഹത്തിന് ഈ സംഭാഷണം പുറത്തു വന്നതോട് പുറത്താവേണ്ടി വന്നു, പദവി നഷ്ടപ്പെട്ടു. പകരം വന്നത് ശക്തനാണ്. ശക്തന് താൽക്കാലിക ചുമതല മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പകരം പുതിയ DCC പ്രസിഡന്റുമാർ പരിഗണിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട പേരുകൾ വന്നു. ഒന്ന് KC വേണുഗോപാലിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള മണക്കാട് സുരേഷ്. അദ്ദേഹം സീനിയറാണ്, പഴയ KPCC സെക്രട്ടറിയാണ്. അദ്ദേഹം ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സംസ്ഥാന ഭാരവാഹിത്വത്തിലൊക്കെ പ്രവർത്തിച്ചൊരു നേതാവാണ്. അദ്ദേഹം KCയുടെ നോമിനിയായി വന്നപ്പോൾ തന്നെ മറുഭാഗത്ത് ചെമ്പഴന്തി അനിൽ എന്ന നേതാവ് VD സതീശൻ്റെ ഒന്നിച്ച് നടക്കുന്ന അത്രയേറെ അടുത്ത ബന്ധമുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് VD സതീശൻ പറഞ്ഞു. ഇതോടുകൂടി തർക്കമായി. ഈ തർക്കം മുറുകിയപ്പോൾ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇനി തർക്കവും തമ്മിലടിയും ഒന്നും വേണ്ട,
നമുക്ക് എൻ ശക്തൻ തന്നെ തുടരട്ടെ എന്ന്. ശക്തനും അത് വളരെ സന്തോഷമായി. ശക്തൻ ആ പദവി തുടരുന്നതിന് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ശക്തൻ ആ പദവി തുടരുന്ന പ്രതീക്ഷയോടെ ശക്തൻ പോകുന്നു. ഇനി താൽക്കാലിക പ്രസിഡന്റായി വന്ന ശക്തനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത ചരടുവഴിയായിരിക്കും തിരുവനന്തപുരം നടക്കുക. അങ്ങനെ തമ്മിൽ നിലവിൽ നേതാവായി വരാൻ പാടുപെടുന്നവർ, നിലവിൽ കമ്മിറ്റിയിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വർഷങ്ങളായി സംഘടനാ ഭാരവാഹത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നവർ, ഒപ്പം തന്നെ DCC അധ്യക്ഷ പദവിയിൽ വന്നാൽ ആ പദവി നഷ്ടപ്പെട്ടാൽ പിന്നെ ഏത് പദവി കിട്ടും? മുൻപൊക്കെയാണ് അജിം ഷാദ് ഈ പദവികൾ ക്രമീകരിക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവുമായി സംസാരിച്ചപ്പോൾ ഈ പദവികൾ ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് അവർ പറഞ്ഞത് അധികാരമുള്ളപ്പോൾ കുറച്ച് പേര് MLA-മാരുമായി, മന്ത്രിമാരുമായി, മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക്, ബോർഡ് ചെയർമാൻ അങ്ങനെ ചുമതലകളിലേക്കൊക്കെ പോകും. ബാക്കിയുള്ളൊരു സംഘടനയുടെ ഭാരവാഹിയാവും. കഴിഞ്ഞ ഭരണ തുടർച്ച വന്നതോടുകൂടി തന്നെ പുറത്തു പോയവരെ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലവരെ ജനപ്രതിയാക്കിയോ നിയമസഭയിൽ മത്സരിപ്പിച്ചോ മന്ത്രിയോ മറ്റ് ചുമതലകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ ഇതിൻ്റെ അളവും സംഘർഷവും കൂടാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ചിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ട് പറഞ്ഞത് തനിക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ്, നേതാക്കന്മാരെ പെട്ടിയെടുക്കണം, ഒപ്പം തന്നെ താൻ SC വിഭാഗക്കാരനായതുകൊണ്ട് തന്നെ സംഘടനയിൽ നിന്ന് തഴയുന്നു, അവരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ തൊട്ട് അപ്പുറത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന മുറയ്ക്ക് BJP കാത്തിരിപ്പുണ്ട്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ക്രൈസിസാണ്. ഇപ്പോൾ ജംബോ കമ്മിറ്റിയെങ്കിലും ആയില്ല എങ്കിൽ ഇതിന്ന് കൊഴിഞ്ഞു പോയവരെ പിടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് വല വിരിച്ച് BJP കാത്തിരിപ്പുണ്ട്. അതിൻ്റെ പ്രതിസന്ധിയും കോൺഗ്രസ് നേരിടേണ്ടി വരും. അജിം ഷാ, തീർച്ചയായും കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ കാണുന്നത് പോലെ BJPയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആകാനുള്ള എല്ലാ തട്ടും ഒരുക്കുകയാണ് ഈ നേതാക്കന്മാർ. സ്വന്തം തൃപ്തിക്കും ഇഷ്ടത്തിനും അനുസരിച്ച് DCC അധ്യക്ഷന്മാരെ നിയമിക്കുക, അവരെ പിടിച്ചു വെക്കുക. ഈ വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയുടെ ഉള്ളു ദ്രവിച്ച അവസ്ഥയുടെ ജീർണതയുടെ ഏറ്റവും പുതിയ വശങ്ങളാണ് നിർഭൻ നൽകുന്ന റിപ്പോർട്ടിലും വായിച്ചെടുക്കാനാകുന്നത്. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കൂടി പോകുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന മാള കരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടിയുടെ തട്ടിപ്പ്. DCC ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് കേസ്. 2006 മുതൽ 2024 വരെ രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് വെട്ടിപ്പ് നടന്നത്. വയനാടിനും തിരുവനന്തപുരത്തിനും ഒക്കെ പിന്നാലെ ഇതാ കോൺഗ്രസ് ഭരിക്കുന്ന തൃശ്ശൂരിലെ മാള കരുവിലശ്ശേരി സഹകരണ ബാങ്കിലും തട്ടിപ്പ്. DCC ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായ AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശരത് ഓങ്ങല്ലൂർ ചേർന്നു. ശരത്ത്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിന് ശേഷം വലിയ രീതിയിൽ സേവനമനുഷ്ഠിച്ച ഒരു മേഖലയാണ് സഹകരണ മേഖല. സഹകാരികളൊക്കെ കേരളത്തിൽ അടയാളപ്പെടുത്തുന്നവരുമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സഹകരണ മേഖലയുടെ യശസ് കെടുത്താൻ BJP സർക്കാർ ഉപയോഗിക്കുന്ന ED അടക്കമുള്ള സംവിധാനങ്ങൾക്ക് ചൂട്ടാകുന്ന വീണ്ടും കോൺഗ്രസ് നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്താണ് മാളയിലെ ഈ ക്രമക്കേടിൻ്റെ ആഴങ്ങൾ? അജിം ഷാദ്, തീർച്ചയായിട്ടും ഇത്തരത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ തുടർച്ചയായി രണ്ടാമത്തെ ബാങ്കാണ്. ഒന്ന് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു. KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MP ജാക്സൺ നേതൃത്വം നൽകുന്ന ചെയർമാനായിട്ടുള്ള ബാങ്കായിരുന്നു. ആ ബാങ്കിനകത്ത് റിസർവ് ബാങ്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മാള കോഓപ്പറേറ്റീവ് ബാങ്കിലും ഇത്തരത്തിൽ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിലാണ് മാള പോലീസ് ഇത്തരത്തിൽ 21 പേർക്ക് AR രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 21 പേരെ പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് 2006 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിനകത്ത് ഈ 10 കോടി രൂപയുടെ ക്രമക്കേട് ഈ ബാങ്കിൽ നടന്നു എന്നാണ് പറയുന്നത്. DCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ AR രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ 4 ഭരണസമിതികൾ ഈ സമയത്ത് മാറി വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഉൾപ്പെടെയാണ് 21 പേർക്കെതിരെ മാള പോലീസ് ഇപ്പോൾ നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 10 കോടിയുടെ ക്രമക്കേട് എന്ന് പറയുന്നത് ഈ വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും ക്രമക്കേട് നടന്നിട്ടുള്ളത്. അതായത് വായ്പയ്ക്ക് ഈടായിട്ട് നൽകുന്ന ഭൂമി എന്ന് പറയുന്നത് വഴിയില്ലാത്തതോ അല്ലെങ്കിൽ ഈ പാടങ്ങളോ ഒക്കെ ഈടായി വാങ്ങിക്കൊണ്ട് വലിയ തോതിൽ ഇത്തരത്തിൽ ഈ വായ്പ നൽകുകയും ആ വായ്പ തിരിച്ചു പിടിക്കാൻ ബാങ്കിന് സാധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ 2024 ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്ര വലിയൊരു ക്രമക്കേട് കണ്ടെത്തുന്നത്. ഈ
ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർ ഇത്തരത്തിൽ മാള പോലീസിൽ ഒരു പരാതി നൽകുന്നു. വഞ്ചനാ കുറ്റം, കൃത്രിമ രേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ നടപടിയെടുക്കണം. ബാങ്കിനെ കബളിപ്പിച്ചിരിക്കുകയാണ്. ബാങ്കിന് 10 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നഷ്ടം സംഭവിക്കുന്നതിന് കാരണം മുൻ പ്രസിഡന്റായ AR രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള 21 പേരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാർ ഇത്തരത്തിൽ മാള പോലീസിന് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മാള പോലീസ് ഇവരെ പ്രതി ചേർത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഈ ശരത്ത്, നമുക്കറിയാം, ഈ മുണ്ടേലയിലായാലും വയനാട് NM വിജയൻ്റെ ആത്മഹത്യയായാലും അങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സഹകരണ മേഖലയിൽ എത്ര പേരുടെ ജീവനാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. ഇപ്പോൾ ഈ 10 കോടി രൂപയുടെ തട്ടിപ്പിൽ നിക്ഷേപകർക്കാണ് കൂടുതലും നഷ്ടമായിരിക്കുന്നത്. അവരൊക്കെ ഇനി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി കൂടുതലായി രംഗത്തെത്തുകയും ചെയ്യും പശ്ചാത്തലത്തിൽ. എന്തൊക്കെയാണ് അവിടുത്തെ അത്തരം സാമൂഹികാവസ്ഥകൾ? ശരത്തോങ്ങല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിംഷാദ്, ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ നിലവിലെ സാഹചര്യത്തിൽ ബാധിച്ചിട്ടില്ല. പുതിയൊരു ഭരണസമിതി 2024 നവംബർ മാസത്തിൽ അവിടെ അധികാരത്തിലേറിയിട്ടുണ്ട്. അതും UDF അനുകൂലികൾ ഉള്ള കൂടുതലായിട്ടുള്ള ഭരണസമിതി തന്നെയാണുള്ളത്. ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ നിലവിൽ ഇത്തരം കാര്യങ്ങൾ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നിട്ടില്ല. എന്നാൽ ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ ജൂലൈ 30-ാം തീയതി, ഒരാഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് സമാനമായൊരവസ്ഥയിൽ KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ MP ജാക്സന്റെ നേതൃത്വത്തിലുള്ള ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ ഒരു റിസർവ് ബാങ്ക് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. 10,000 രൂപയിൽ കൂടുതൽ അവിടെ നിന്ന് ഇടപാടുകാർക്ക് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇത്തരത്തിൽ ഈ ഇരിങ്ങാലക്കുട ബാങ്കിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കാരണം 4 മാസങ്ങൾക്ക് മുമ്പ് റിസർവ് ബാങ്ക് നൽകിയ വലിയ ചില നിയന്ത്രണ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സമാനമായ സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന മറ്റൊരു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിന്നും വരുന്ന വാർത്തകൾ. ഇത്തരത്തിൽ മാള കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിരിക്കുന്നു. 10 കോടി രൂപയുടെ ക്രമക്കേടാണ് ഇപ്പോൾ നിലവിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഓഡിറ്റിനകത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഓഡിറ്റിനകത്ത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായിട്ട് പോലീസിൽ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ബാങ്കിന് വലിയ ബാങ്കിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ബാങ്കിന്റെ ഭരണസമിതികൾ 2006 മുതൽ 2024 വരെയുള്ള ഭരണസമിതികൾക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ വഞ്ചനാ കുറ്റവും ബാങ്കിന് നഷ്ടം വന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതി സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും 21 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന മാള കരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ്. 10 കോടിയുടെ തട്ടിപ്പാണുള്ളത്. DCC ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായ AR രാധാകൃഷ്ണൻ ഉൾപ്പെടെ 21 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ ആണ് കേസെടുത്തിരിക്കുന്നത്. 2006 മുതൽ 24 വരെ രാധാകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഈ വെട്ടിപ്പ് നടന്നതെന്നും ഈ ജോയിന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേസ്. സമഗ്രമായ വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്. തീർച്ചയായും വീണ്ടും നാം പോകുന്നത് ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിൻ്റെ അതിക്രമങ്ങളാണ്. വീണ്ടും ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ കൂട്ടായ്മകൾക്കെതിരെ ഇതാ ബജ്രംഗ് ദളിൻ്റെ അതിക്രമം. ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെയാണ് ബജ്രംഗ് ദൾ അക്രമം കാട്ടിയത്. റായ്പൂരിലാണ് സംഭവം. പ്രാർത്ഥന നടത്തുമ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ ബഹളം വെച്ച് കടന്നുകൂടി പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്ററും വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, നേരത്തെ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ അടക്കം ഇവരെ ടൂളാക്കി BJP പ്രവർത്തിച്ച രീതികൾ, അവർക്ക് 9 ദിവസം കൊടും ക്രിമിനലുകളോട് കൂടെ കഴിയേണ്ടി വന്ന സാഹചര്യം, ശുശ്രൂഷാ പ്രവർത്തികൾ നടത്തുന്ന മദർ തെരേസയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ ശുശ്രൂഷ പ്രവർത്തികൾ നടത്തുന്നവർ. നോക്കൂ, ഇത് 26 നൽകുന്ന ആർട്ടിക്കിൾ 26 കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതിനായി പ്രവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് സ്വീകരിക്കാനും അത് കൊണ്ടു നടക്കാനും ഒക്കെയുള്ള അവകാശം. അത് നിരീശ്വരവാദമായാലും ഈശ്വര വിശ്വാസമായാലും മതമായാലും മതമില്ലായ്മയായാലും അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ബജ്രംഗ് ദൾ എന്ത് അതിക്രമമാണ് ഈ വിഷയത്തിൽ കാട്ടുന്നത് എന്നതാണ് ഈ രാഷ്ട്രീയ ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിത് തീർന്നില്ല. ബജ്രംഗ് ദൾ വീണ്ടും അതിക്രമം കാട്ടുന്നു ക്രിസ്തീയ വിഭാഗങ്ങൾക്കെതിരെ ഛത്തീസ്ഗഡിൽ എന്നുള്ളതാണ്. ഇത് കണ്ണു തുറന്ന് കാണേണ്ട പലരും തലശ്ശേരിയിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ കാണേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഉള്ള ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തികൾ. എന്തുകൊണ്ട് ബജ്രംഗ് ദളിന് അങ്ങനെ പ്രവർത്തിക്കാനാകുന്നു? ഛത്തീസ്ഗഡിലെ BJP ഭരിക്കുന്ന സർക്കാരുകളുടെ കാലത്ത്, ഛത്തീസ്ഗഡിൽ മാത്രമല്ല BJP ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം
വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികളുടെ ശബാത്ത് ദിനമാണ്. ആ ദിനത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് ലോകമാസകനമുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ പ്രാർത്ഥനയ്ക്ക് എന്ത് പ്രകാരമാണ് ബജ്രംഗ് പ്രവർത്തകർ അത്തരത്തിൽ അക്രമം കാട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യമായി ഉയരേണ്ടത്. ഇപ്പോൾ സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സ്വാതി, ക്രിസ്തീയ ന്യൂനപക്ഷത്തെ ഛത്തീസ്ഗഡിലടക്കം BJP ഭരിക്കുന്നിടത്തൊക്കെ നേരിടുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. ഇവിടുത്തെ ചിലർക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ഘട്ടമാണ് നാം മലയാളി കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ കണ്ടത്. ഇപ്പോഴിതാ വീണ്ടും ആ സമൂഹത്തിനെതിരെ അതിക്രമം, അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്ത്. സ്വാതി, വിവരങ്ങൾ. തീർച്ചയായും അജിംഷാദ്, ഛത്തീസ്ഗഡിൽ വീണ്ടും സമാനമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആശങ്കയായി ഉയരുന്നത്. ഇന്ന് ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്കാണ് ഇങ്ങനെ ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ എത്തി ഈ ഹാളിന് പുറത്ത് തടിച്ചുകൂടുകയത്. ഏകദേശം ഒരു 50-100ഓളം വരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരുണ്ട്. ആ ഹാളിന് പുറത്ത് വന്നുകൊണ്ട് ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടാണ് ഈ പ്രാർത്ഥനാ യോഗത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായിട്ടും അവിടേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ പോലീസിന് അവരെ മാറ്റുവാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ വേദനാജനകമായിട്ടുള്ള കാര്യം. ഒരു പാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ യോഗം നടന്നത്. ആ യോഗത്തിലേക്കാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ബഹളം വെച്ചുകൊണ്ട് ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഈ സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ദുർഗിലടക്കം കഴിഞ്ഞ കന്യാസ്ത്രീമാർക്കെതിരെയൊക്കെയും നടന്നിട്ടുള്ള നടപടികളൊക്കെയും കണ്ടതാണ്. ബജ്രംഗ് ദൾ പ്രവർത്തകർ അതിനുശേഷം ആ അറസ്റ്റിന് പിന്നാലെ ആ കോടതിക്ക് മുന്നിലും ജയിലിന് മുന്നിലും ഒക്കെ കാട്ടിക്കൂട്ടിയതൊക്കെയും ജനങ്ങൾ കണ്ടതാണ്. അതിന് സമാനമായൊരു സംഭവം വീണ്ടും BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നു. ഈ ഛത്തീസ്ഗഡിൽ ദുർഗ് സംഭവത്തിന് പിന്നാലെ ഒഡീഷയിലടക്കം കന്യാസ്ത്രീകളൊക്കെയും മർദ്ദനത്തിന് ഇരയായ സാഹചര്യമുണ്ട്. എന്നിട്ടും ഇത്തരം മനോഭാവം മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. BJP ഭരിക്കുന്ന സർക്കാരിനോ പോലീസിനോ ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. തുടരെ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആ പാസ്റ്ററിനെ അടക്കം മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അജിംഷാദ്, തീർച്ചയായും. കാരണം നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണാം സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പ്രാർത്ഥിക്കുന്നു. അത് സമാധാനപരമായ പ്രാർത്ഥനയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ ഒരു നീക്കങ്ങളും കാണുന്നില്ല. നമുക്ക് അറിയാം, ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ അവരുടെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നതാണ്. വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്കും ശനിയാഴ്ച ജൂതർക്കും ഒക്കെ ഉള്ളതുപോലെ ഞായറാഴ്ച പ്രാർത്ഥനാ ദിവസമാണ് ക്രിസ്ത്യൻസിന്. അപ്പോൾ അത് വ്യാപകമായി അവർ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹാളിലിരുന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്കാണ് ഈ ബജ്രംഗ് ദൾ ഇരച്ചു കയറുന്നത്, അല്ലേ? തീർച്ചയായും അജിംഷാദ്, അത്തരം മാത്രമല്ല അവിടെ പോലീസിനെ കാണാം. പോലീസ് ആരെ സഹായിക്കാനാണ് എത്തിയത്? കാരണം നേരത്തെ പോലീസ് പലപ്പോഴും ബജ്രംഗ് ദൾ പറയുന്ന അതേ ചാർജുകളാണ് ഷീറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. അതാണ് നാം മലയാളി കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ, ഇത്രയേറെ മെറിറ്റുള്ള മലയാളി കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ കണ്ടത്. ഇവിടെയും അത് തന്നെയായിരിക്കും. പോലീസ് എന്താണ് അവിടെ ഇടപെട്ട് പറയുന്നത് സ്വാതി? ഒന്ന്, ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ ഹാളിലേക്ക് കയറുന്നതും ബഹളം വെക്കുന്നതും ഒക്കെയും ഉണ്ടായതിനു പിന്നാലെയാണ് പോലീസ് അവിടേക്ക് എത്തുന്നത്. അതായത് ഈ പാസ്റ്ററും അതോടൊപ്പം ഈ കൂട്ടായ്മയും അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഈ സംഭവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നത്. എന്നാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പോലീസിന് ഈ അവർ ബഹളം വെക്കുന്നതും ജയ് ശ്രീറാം വിളിക്കുന്നതും ഒക്കെ കേട്ടിട്ട് പോലും പോലീസിനൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ ഈ റായ്പൂരിലും ഉണ്ടായിട്ടുള്ളത്. ഇത് സമാനമായി നേരത്തെ ഛത്തീസ്ഗഡിലെ ദുർഗിലടക്കമുള്ള സംഭവങ്ങൾക്ക് സമാനമായ രീതി തന്നെയാണ് ഇവിടെയും പോലീസ് തുടരുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നിയമപരമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഓരോ മതവിശ്വാസത്തിലേക്ക് കടന്നു കയറുകയും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്, മതന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവ ദേവാലയങ്ങൾക്കൊക്കെയും നേരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അവർ വളരുന്ന സാഹചര്യമാണ് ഛത്തീസ്ഗഡിൽ ഉള്ളത്. ഇതിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയായി ഉയർത്തുന്നത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങളും ക്രൈസ്തവരും ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയരുന്നത്. എന്നാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും നടപടികൾ എടുക്കുന്നില്ല. ബജ്രംഗ് ദൾ മാത്രമല്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2024 ശേഷം തന്നെ ഈ മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം
ഓരോ വർഷങ്ങളുടെയും കണക്കെടുത്താൽ അത് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ അങ്ങേത്തവണ 100 ക്രൈസ്തവ പീഡനങ്ങളാണ് സംഘപരിവാർ പക്ഷത്ത് നിന്നുണ്ടായതെങ്കിൽ അത് ഏതാണ്ട് 834 കേസുകളിലേക്ക് വർദ്ധിച്ചു. അത് ഇടതമ്പി ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടതമ്പിമാർ പാർലമെൻറ്റിലടക്കം ഉന്നയിച്ച കാര്യങ്ങളാണ്. 834ഓളം കേസുകളാണ് ഈ മോദി സർക്കാർ ഭരിക്കുന്ന കാലയളവിൽ വർദ്ധിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? അവിടുത്തെ ഭരണത്തിൻ്റെ BJP ഭരണത്തിൻ്റെ കീഴിലല്ലാതെ നിശ്ചയമായും BJPക്ക് അതിൽ റോളുണ്ട്. നമുക്കറിയാം, കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിലിട്ടിട്ട് എന്നിട്ട് വലിയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സർക്കാർ തന്നെ നൽകിയ ചാർജ് ഷീറ്റ് അടിസ്ഥാനത്തിലാണ് അത് NIA കോടതിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അവസാനം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കേരളത്തിൽ അടിച്ചെടുക്കാനായി രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തുന്ന വിവരമൊക്കെ നമുക്ക് അറിഞ്ഞതാണ്, നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരറ്റത്ത് ഇരയ്ക്കൊപ്പവും ഒരറ്റത്ത് വേട്ടക്കാരനൊപ്പവും ഓടുന്ന രീതി, അതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കെ അനിൽകുമാർ CPM നേതാവ് കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നു. ഞാൻ സ്വാതി തിരിച്ചെത്താം. ശ്രീ അനിൽകുമാർ, നമ്മൾ മലയാളി കന്യാസ്ത്രീകളുടെ കാര്യം കണ്ടതാണ്. ഇടത് പ്രതിരോധം ആ വിഷയത്തിൽ രാജ്യത്താകമാനം ഉയർന്നത് നാം കണ്ടതാണ്. ഇതാ ഇന്നും അവരുടെ പ്രാർത്ഥനാ ദിനമായ ഞായറാഴ്ച ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പ്രാർത്ഥനാ ഹാളിലേക്ക് ഇരച്ചു കയറുകയാണ് ഒരു സംഘം ബജറംഗ് ദളുകാർ. ഇവിടുത്തെ തലശ്ശേരിയിലെ അടക്കമുള്ള ചിലരൊക്കെ ഇപ്പോഴും ഒന്ന് കാണേണ്ടതുണ്ട്. അനിൽകുമാർ, ഛത്തീസ്ഗഡിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്തെമ്പാടും ഇപ്രകാരം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് BJP നടപ്പാക്കുന്നത്. അതിന് ചിലപ്പോൾ നമ്മുടെ രാജ്യത്ത് ബജറംഗദളിനെ കെട്ടഴിച്ചുവിടും, ചിലപ്പോൾ ഹനുമാൻ സേനയാവും, ചിലപ്പോൾ ദുർഗാവാഹിനിയാവും. വിവിധ പേരുകളിൽ അത് അവതരിക്കും. കേരളത്തിൽ ഇതിന്റെ ആദ്യ അവതാരം കണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷം RSS വളരെ ബോധപൂർവം ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമാണ്, അവിടെ ക്രിസ്ത്യാനികൾ അശുദ്ധമാക്കുന്നു, കുരിശു നിഷിദ്ധമാണ്, ഒരു തർക്കം ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ നിലയ്ക്കൽ സംഭവം. പിന്നീട് അവർ കണ്ടെത്തിയത് മാരാമൺ കൺവെൻഷനിൽ ഇന്ത്യക്കാരല്ലാത്തവർ സംസാരിക്കാൻ വരുന്നു. അതോടുകൂടി ഒരു രാജ്യവിരുദ്ധമായ വിദേശ ആശയമാണ് ക്രിസ്തീയ മതവിശ്വാസം. ഇതായിരുന്നു രണ്ടാമത്തെ ഘട്ടം. ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കേരളത്തിൽ BJPക്ക് വളരാൻ ക്രൈസ്തവ സമൂഹത്തെ കൂടെ അണിനിരത്തണമെന്നൊരു ചിന്ത വന്നത്. അതിന് ആ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾ, അവരുടെ ആതുര ശുശ്രൂഷ സങ്കേതങ്ങൾ, വിദ്യാലയങ്ങൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ED അന്വേഷണം നടത്തി ഭയപ്പെടുത്തി തങ്ങളുടെ മാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടത്തുക. അപ്പോഴാണ് ഉത്തരേന്ത്യയിൽ RSSന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്ന ന്യൂനപക്ഷ വിരോധമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കടന്നാക്രമണമാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും കേരള രാഷ്ട്രീയത്തിന്റെ BJPയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല സംഘപരിവാറിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര കേക്ക് ഏത് അരമനകൾ കൊണ്ട് കൊടുത്താലും തിരിച്ച് കേക്കുമായി BJP നേതാക്കന്മാർ അരമനകളിലേക്ക് വന്നാലും തിരിച്ചു പോയാലും മാരാർജി ഭവനിൽ കേക്കുകൾ കൊണ്ട് ആര് മൂടാൻ ശ്രമിച്ചാലും ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. അത് മുസ്ലിം ന്യൂനപക്ഷം പോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷവും RSS ലക്ഷ്യം വെച്ചിട്ടുള്ള ന്യൂനപക്ഷ മതവിഭാഗമാണ്. അത് മറയില്ലാതെ തുറന്നു കാട്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കറക്റ്റ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. സ്വാതി, ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അതിന് പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൻ്റെ കൾമിനേഷൻ, അത് രൂപപ്പെട്ടതിൻ്റെ പരിണാമ അവസ്ഥ അടക്കമുള്ളവയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം വിചാരധാരയിലെ ശത്രു 1, 2 നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലയ്ക്കൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് മാരാമൺ കൺവെൻഷനിൽ നടത്തിയത്, പിന്നീട് സാക്ഷാൽ മാർപ്പാപ്പയ്ക്കെതിരെ ആദ്യഘട്ടങ്ങളിൽ ചില പ്രതിഷേധങ്ങളുണ്ടായ മാർപ്പാപ്പയുടെ വരവുമായതുണ്ട്. ഇങ്ങനെ വളരെ ആസൂത്രിതമായി ഘട്ടം ഘട്ടമായി ഉള്ള നടപ്പാക്കലുകൾ, ന്യൂനപക്ഷ വിരുദ്ധതകൾ ആണ് സംഘപരിവാർ നടത്തുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ അംശമാണ്. അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല രാജ്യത്താകമാനമുണ്ടാകും. അത് അവരുടെ രാഷ്ട്രീയ ജനിതകത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കി മതേതര ചേരിയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടത് അനിവാര്യതയെ സംബന്ധിച്ചു കൂടിയാണ് ശ്രീ അനിൽകുമാർ വിവരിച്ചത്. സ്വാതി സന്തോഷ്.
തീർച്ചയായും അജിംഷാദ്, ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘപരിവാറിന്റെയും BJPയുടെയും ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, അവരെ ഇല്ലാതാക്കുക, അവരുടെ ദേവാലയങ്ങൾക്ക് നേരെ കടന്നാക്രമിക്കുക. മണിപ്പൂരിൽ ഈ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഒഡീഷയിൽ ഛത്തീസ്ഗഡിലൊക്കെയും ഉണ്ടായിട്ടുണ്ട്. ഈ 2024 തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ 2024 2.5 മാസം കൊണ്ടുണ്ടായിട്ടുള്ളത് 161 ക്രൈസ്തവ ആക്രമണങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളതും ഈ ഛത്തീസ്ഗഡിലാണ് എന്നുള്ളതാണ്. ഇത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആശങ്കയായിട്ടുള്ളത്. അന്നും ഈ പാസ്റ്റർമാർക്ക് നേരെ, കന്യാസ്ത്രീമാർക്ക് നേരെയൊക്കെ ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ബജറംഗ് ദൾ പ്രവർത്തകർ തന്നെ അത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, അന്ന് ഈ ക്രൈസ്തവ വിഭാഗങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിഴ ചുമത്തുന്ന സാഹചര്യം അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിന് ഈ വിഷയത്തിൽ തടയിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് പിന്നീട് വന്നിട്ടുള്ള BJP സർക്കാരിന് അതിനപ്പുറത്തേക്ക് ഒരു ക്രൈസ്തവ വിരോധമുള്ളത് കൊണ്ട് അത് കൂടുതലായി മാറിക്കൊണ്ടിരിക്കുക. ഛത്തീസ്ഗഡിലും ഒഡീഷയിലും അതോടൊപ്പം തന്നെയും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അങ്ങനെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ എത്ര ഉണ്ടായിട്ടും അവിടെ ബജറംഗ് ദൾ പ്രവർത്തകർക്കൊക്കെ സുഖമായി ജീവിച്ചു പോകാൻ കഴിയുന്നു, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. പകരം നേരത്തെ സൂചിപ്പിച്ച പോലെ നിരപരാധികളായിട്ടുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വരികയാണ്. കന്യാസ്ത്രീമാർ, പാസ്റ്റർമാർ, അതോടൊപ്പം ഈ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരെയൊക്കെയും ജയിലിലേക്ക് പിടിച്ചിരുന്ന അവസ്ഥ, അതും മതപരിവർത്തനം അത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ ചുമത്തിക്കൊണ്ട്. കഴിഞ്ഞ കേസ് പരിശോധിച്ചാൽ ആദ്യം FIR ഇട്ടതുപോലും ആദ്യം മനുഷ്യക്കടത്താകുന്നു, രണ്ടാമത് ജാമ്യം ലഭിക്കാതിരിക്കാൻ ഏതെല്ലാം വകുപ്പുകൾ ചേർക്കാൻ പറ്റുമോ ആ വകുപ്പുകളെല്ലാം ചേർത്ത് എഴുതുന്നു. അത്തരത്തിൽ അതിനെയൊക്കെയും മാറ്റിമറിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോകുകയാണ്. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ ഛത്തീസ്ഗഡിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നത്, അതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളൊന്നും തന്നെയും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിനെ ഒന്ന് അപലപിക്കാൻ പോലും ഈ രാജ്യത്തെ BJPക്ക് കഴിയുന്നില്ല. അന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ വാക്കുകളൊക്കെയും പാളിപ്പോയതും കണ്ടതാണ്. ജാമ്യം ലഭിക്കും, ഇപ്പോൾ ജാമ്യം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടും അവിടെ വന്ന് ആ കന്യാസ്ത്രീമാർക്കെതിരെ സംസാരിച്ചത് അവിടുത്തെ പ്രോസിക്യൂഷനാണ്, ആ ഗവൺമെന്റാണ്. അത്തരത്തിൽ ഈ സംവിധാനങ്ങളെല്ലാം സംഘപരിവാറിന്റെയും BJPയുടെയും കീഴിൽ കൊണ്ടുവരികയും നിയമത്തെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ബജറംഗ് ദൾ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ പോലും പറ്റാതെ അവരെ ബജറംഗ് ദളിനെ ഉപയോഗിച്ച് BJP അവരുടെ സംഘപരിവാർ രാഷ്ട്രീയത്തെ സംസ്ഥാപിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം BJP ഭരിക്കുമ്പോഴാണ് ബജറംഗ് ദൾ അടക്കമുള്ള അത്തരം ഫ്രിഞ്ച് എലമെൻറ്റ്സ് വലിയ രീതിയിൽ ദുരിതങ്ങൾ ജനങ്ങൾക്ക് മേൽ, അവകാശങ്ങൾക്ക് മേൽ ഉള്ള ദുരിതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എല്ലാ സംഘപരിവാറുകാരും മനസ്സിലാക്കുക, ആർക്കും ആരുടെ വിശ്വാസവുമായി സമാധാനപരമായി മുമ്പോട്ട് പോകാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ്. അതുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് അവകാശമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും കഥ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന താക്കീത് കൂടി ഈ ഘട്ടത്തിൽ മതേതര ഇന്ത്യ ഉണർത്തുകയാണ്. സ്വാതി സന്തോഷാണ് ഛത്തീസ്ഗഡിലെ അക്രമത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. ഈവനിംഗ് ഡിബേറ്റ് തുടരുമ്പോൾ ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്നൊരു ഘട്ടത്തിൽ മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരു വോട്ടർമാരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യായീകരിക്കുകയാണ്. SIR പ്രക്രിയയിലെ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നാളെ പ്രതിഷേധ മാർച്ച് നടത്താനിരിക്കുകയാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് സമഗ്രമായ റിപ്പോർട്ടൊന്ന് കാണാം. ആദ്യം ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം വോട്ടർമാരെ കാരണങ്ങൾ വെളിപ്പെടുത്താതെ പുറത്താക്കിയെന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ ഹർജിക്കെതിരെയാണ് സത്യവാങ്മൂലം. മുൻകൂർ അറിയിപ്പ് നൽകാതെ അർഹതപ്പെട്ട വോട്ടർമാരെ പുറത്താക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ചു. വോട്ടർമാരുടെ വാദം കേൾക്കാൻ അവസരം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർമാരെ സഹായിക്കുന്നതിനായി വോളണ്ടിയർമാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറന്തള്ളിയതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല. SIR പ്രക്രിയ ഏറ്റെടുക്കുന്നതിനു മുന്നേ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തണമായിരുന്നുവെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. SIR പോലുള്ള ഇത് വളരെ രഹസ്യാത്മകമായി ചെയ്തു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ചെയ്തു എന്നുള്ളത് തന്നെ ഇവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിലും ഇതിനെതിരെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷമുയർത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല.
പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുകയാണ്. തെറ്റായ ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. തീർന്നില്ല. തൃശ്ശൂരിൽ 30,000-ലധികം വോട്ടുകൾ വ്യാജ മേൽവിലാസങ്ങൾ നൽകി ചേർത്തുവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും BJP ഭരണത്തിൻ്റെ അനുബന്ധ ഘടകത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നതെന്നും MA ബേബി. വാക്കുകൾ കേൾക്കാം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശ്ശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട്. തീർച്ചയായും. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു. സ്വാതി, MA ബേബിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇത്തരം ക്രമക്കേടുകളുടെ അവർക്ക് ബോധ്യമായ ഘടകങ്ങളാണ് എടുത്തു പറയുന്നത്. സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെയാണ്. കോടതിയിൽ ഇത്തരത്തിലൊരു വാദവുമായി രംഗത്ത് വന്നു എന്നതുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. തൃശ്ശൂരിലെ മാത്രം കാര്യമെടുക്കാം. നേരത്തെ MA ബേബി സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ 86,000 വോട്ട് കഴിഞ്ഞ തവണത്തിൽ നിന്നും ചോർന്നു. അത് രാഷ്ട്രീയമായ പ്രശ്നമാണെന്ന് പറയാം. പക്ഷേ 30,000-ലധികം വ്യാജ രേഖകൾ ചേർത്ത് വോട്ടുകൾ ചേർക്കുന്നു. ഇത് കർണാടകത്തിൽ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഘട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ എന്തൊക്കെയാണ് ഇന്നിൻ്റെ വിവരങ്ങൾ? പ്രത്യേകിച്ച് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേട്, അതിൻ്റെ പരിഷ്കരണത്തിൻ്റെ വേളയിൽ കാട്ടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതികൾ, അത് വിമർശനത്തിന് പാത്രീഭൂതമാണ്. മാത്രമല്ല നാളെ അത് സമരത്തിലേക്ക് അവർ പോകുന്നു. ഇന്ത്യ സഖ്യം മാർച്ച് നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക്. ജിംഷാദ്, ഈ ബീഹാർ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിഷ്കാരം, ഈ SIR പ്രക്രിയയിലൂടെ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള ആരോപണം നിരവധി തവണയായി രാഷ്ട്രീയ നേതാക്കൾ ഉയർത്തിയാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷം കഴിഞ്ഞ 11 ദിവസമായി പാർലമെന്റിൽ ഇതേ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തുന്നു. എന്നാൽ അത് ചർച്ചയ്ക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യ MPമാരെല്ലാം തന്നെയും ഒരുമിച്ച് ഒരു പ്രതിഷേധ മാർച്ചിലേക്ക് പോകുന്നത്. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഐക്യം ഈ വിഷയത്തിൽ ഊട്ടിയുറപ്പിക്കുന്നത് കൂടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരാളെയും അർഹരായിട്ടുള്ള ഒരു വോട്ടർമാരെയും ഈ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് സത്യമാണോ? വസ്തുതകൾക്കനുസരിച്ച് അത് സത്യമാണോ? ഈ പറയുന്ന സത്യവാങ്മൂലത്തെ വെള്ളം തൊടാതെ വിഴുങ്ങാവുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നോ ബീഹാറിൽ നിന്ന് നാം വായിച്ചെടുത്തത്? സ്വാതി സന്തോഷ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു SIR പ്രക്രിയയൊക്കെ നടപ്പിലാക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ആദ്യമായി ഇത് പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കരട് പട്ടികയുണ്ട്. ആ കരട് പട്ടികയിൽ 65 ലക്ഷം വോട്ടർമാരാണ് പുറത്തു നിൽക്കുന്നത്. അതായത് വോട്ട് ചെയ്യാൻ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഈ 65 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ്. ഈ വോട്ടർമാർക്ക് എങ്ങനെയാണ് എന്ത് മാനദണ്ഡത്തിലാണ് ഇവരെല്ലാം പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. എന്നാൽ ആ ബാധ്യത ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഇത്രയും പേർ പുറത്തു നിൽക്കുന്നു എന്നതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി വരുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ്, മാത്രമല്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജി, അതിനെതിരെ നൽകിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഹർജി ഓഗസ്റ്റ് 12-ന് പരിഗണിക്കാൻ വേണ്ടി പോവുകയാണ് സുപ്രീം കോടതി. ആ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ഇതിനെ ന്യായീകരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രോസസ്സിംഗ് ഘട്ടത്തിൽ ആധാർ കാർഡ്, അതായത് വലിയ കൊണ്ടുപിടിച്ച്
വലിയ അവകാശമായി ബയോമെട്രിക് ഒക്കെ ചേർത്തുണ്ട് എന്ന് പറയുന്ന ആധാർ കാർഡ് പോലും ഇതിൻ്റെ പരിഗണനയിൽപ്പെടുത്തിയിരുന്നില്ല. കോടതിക്ക് അവസാനം ചോദിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്വാതി ഈ ആധാർ പട്ടിക പോലും ചേർക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെയുള്ള ഒരു സത്യവാങ്മൂലം. അത് കടന്നു പോകാനാകില്ല. നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധമുണ്ടല്ലേ? തീർച്ചയായും ഈ വിഷയത്തിൽ സുപ്രീം കോടതി പലതരത്തിലുള്ള വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJP-ക്കെതിരെയും അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശനങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ട് ഈ ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈവശമുള്ള ആധാർ, അതോടൊപ്പം തന്നെയും മറ്റ് വോട്ടർ ID, അതോടൊപ്പം തൊഴിലുറപ്പ് കാർഡ്, ഇതൊക്കെയാണ് ബീഹാറിലെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒക്കെയും കയ്യിലുള്ള തിരിച്ചറിയൽ രേഖ. ഈ രേഖ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കാത്തത് എന്നുള്ള ചോദ്യം നിരവധി തവണ സുപ്രീം കോടതി ചോദിച്ചു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പ്രോസസ്സിലൂടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. SIR പ്രക്രിയ പൂർത്തീകരിക്കുന്നതും അതിനുശേഷം ഈ കരട് പ്രസിദ്ധീകരിക്കുന്നതിനകത്തും ഒക്കെയും സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി ഉയരുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നാളെ ഈ പ്രതിഷേധം ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് വലിയ പ്രസക്തമായി തന്നെയാണ്. രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകുമ്പോൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഒന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുള്ള കുറേയധികം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി തുറന്നു പറഞ്ഞ കുറെ തെളിവടക്കമാണ് കൊണ്ട് ഹാജരാക്കിയത്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് നാളെ ഒരു പ്രതിഷേധം വരുന്നത്. ഈ പ്രതിഷേധം എന്തായാലും രാജ്യത്ത് വലിയ പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഒരു ഐക്യം എടുത്തു കാണിക്കും. മറ്റൊന്ന്, ഈ ജനാധിപത്യപരമായ അവകാശം മനുഷ്യന് ലംഘിക്കപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ശബ്ദം ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. നാളെ ഏകദേശം രാവിലെയോടുകൂടി തന്നെ ഈ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനു മുമ്പ് നാളെ പാർലമെന്റ് ഉണ്ട്. പാർലമെന്റിലും ഈ വിഷയം പുറത്തും അകത്തും ഉയർത്തുമെന്നുള്ളത് നേരത്തെ എംപിമാരൊക്കെയും അറിയിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള കാര്യം തന്നെയാണ് ഈ പ്രതിഷേധക്കാർ, ഈ എംപിമാർ, ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അജിംഷാദ്. ശരി സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊന്ന് നാം പോകുന്നത് മിഥുൻ. വൈദ്യുതാഘാതമേറ്റ് സ്കൂളിന് മുകളിൽ മരിച്ചു വീഴേണ്ടി വന്ന ആ മിഥുൻ്റെ കുടുംബത്തിന് അവൻ്റെ സ്വപ്നമായ വീട് തയ്യാറാക്കുന്നതിലേക്കാണ് പിണറായി സർക്കാർ നീങ്ങുന്നത്. മിഥുൻ്റെ വീടിൻ്റെ തറക്കല്ല് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. മിഥുൻ്റെ രക്ഷിതാക്കളും സഹോദരനും ബന്ധുക്കളും ജനപ്രതിനിധികളും നാട്ടുകാരുമൊക്കെ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരുന്നു. 3 ലക്ഷം രൂപയുടെ ചെക്കും മന്ത്രി വി ശിവൻകുട്ടി മിഥുൻ്റെ കുടുംബത്തിന് കൈമാറി. വീടിന്റെ ഭിത്തിയിൽ മിഥുൻ ഭവനം എന്നന്നൊരിക്കൽ മിഥുൻ തന്നെ കോറിയിട്ടിരുന്നു. ഇന്നത് യാഥാർത്ഥ്യമായി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ഫണ്ട് ഉപയോഗിച്ച് 21 ലക്ഷം രൂപ ചെലവിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിർമ്മിക്കുക. 3.5 മാസം കൊണ്ട് വീട് പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകും. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം വെച്ചുപൊറുപ്പിക്കില്ല. കൗൺസിലേഴ്സിന്റെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലാകെ പ്രവർത്തിക്കുന്ന കൗൺസിലേഴ്സിന്റെ യോഗം മുഖ്യമന്ത്രിയും കൂടെ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ യോഗം കൂടാനും മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൗൺസിലേഴ്സിൻ്റെ അനുഭവങ്ങൾ അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്രൂരമായ നടപടി കുട്ടികൾക്ക് നേരെ നടത്താൻ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമല്ല. മിഥുന്റെ മാത്രമല്ല, ഞങ്ങൾ 4 പേരുടെയും സ്വപ്നമാണ് മിഥുൻ യാഥാർത്ഥ്യമാക്കിയതെന്നും മകൻ ജോലി ചെയ്ത് വീട് വെക്കുമെന്ന് പറയുമായിരുന്നുവെന്നും അമ്മ സുജ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇല്ല, നമ്മുടെ സാഹചര്യം കണ്ട് വളർന്ന ഒരു കുഞ്ഞത്, അവനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അന്നേരം അവൻ പറയും, അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ ജോലി ചെയ്ത് വീട് വെക്കൂന്ന അവൻ പറഞ്ഞത്. MLA-മാരായ കോവൂർ കുഞ്ഞുമോൻ, ഡോക്ടർ സുജിത് വിജയൻപിള്ള, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS, സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി നൽകുകയാണ്. രാജ്കുമാർ, അതായത് രാജ്കുമാർ തൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ മിഥുൻ ആ മതിലിൽ കോറിയിട്ടിരുന്നു ഒരു വീട്. ആ വീടിന് അവൻ മിഥുൻ ഭവൻ എന്ന പേരുമിട്ടിരുന്നു. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കി വളർന്ന് പഠിച്ച് വലിയ ആളായി അവർക്കൊക്കെ തണലേക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ ജീവിച്ചു വന്നത്. പക്ഷേ ആ സ്കൂളിൻ്റെ അധികൃതരുടെ ഒരു അവരറിയാത്തൊരു നെഗ്ലിജൻസിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ മിഥുന് ജീവൻ പോകുന്നത്. പക്ഷേ
പിണറായി സർക്കാർ ഒപ്പമുണ്ട്, ഈ LDF സർക്കാർ ഒപ്പമുണ്ട് എന്നതാണ് ഇന്ന് തറക്കല്ലിടൽ വഴി നാം കണ്ട കാഴ്ച. വാക്കുകളൊക്കെ പാലിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. വലിയ ആശ്വാസമാണെന്ന് ആ കുടുംബവും പറയുന്നു. പകരം വെക്കാനാകാത്ത നഷ്ടമാണെങ്കിൽ പോലും. ഇത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാജിക് ഉണ്ട്. അത് ഇടതുപക്ഷ സർക്കാർ മുമ്പും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും അത് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഏതൊരു പ്രശ്നം വന്നാലും അതിനെ നേരിടുക, അത് കഴിഞ്ഞിട്ടുള്ള തുടർ നടപടികളാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ ഏതെങ്കിലും ഒരു പൊറാട്ട് നാടകം നടത്തി പ്രതിപക്ഷ സംഘടനകൾ വന്ന് ഒരു സമരം ചെയ്ത് ഇതില് ഒരു തരത്തിലും ഒരു ശതമാനം പോലും ഇതിന് അർഹതയില്ലാത്ത ഇത് വന്ന് ഒരു പ്രതിഷേധ സമരങ്ങൾക്ക് സംഘടിപ്പിച്ച് മടങ്ങുകയാണ്. പക്ഷേ ഗവൺമെന്റ് അങ്ങനെയല്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ ശിക്ഷിക്കുകയും ഒപ്പം തന്നെ അവരെ ചേർത്ത് നിർത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 10 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ്, 10 ലക്ഷം രൂപ വൈദ്യുതി ബോർഡ്, 10 ലക്ഷം രൂപ സ്കൂൾ മാനേജ്മെന്റ്, 10 ലക്ഷം രൂപ അധ്യാപക സംഘടന KSTA, അവർക്കിത് നൽകേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അവർ 11 ലക്ഷത്തി ചില്ലുവാനം രൂപ ഉൾപ്പെടെ ഈ വീട്ടുമുറ്റത്ത് വെച്ചുള്ള ഒരു പന്തലൊരുക്കി തന്നെയാണ് അവർ ഈ കുടുംബത്തിന് കൈമാറിയത്. ഇതുകൂടാതെ വിദ്യാഭ്യാസ വകുപ്പിന്റെ 3 ലക്ഷം രൂപ, പിന്നെ അഭിനേതാംശികളും അങ്ങനെ മത്സ്യസ്നേഹികളായ നിരവധി ചെറുതും വലുതുമായ തുകകൾ, എന്തായാലും എല്ലാം കൂടി ഒരു 15 ലക്ഷത്തോളം രൂപ ക്യാഷ് ഇനത്തിൽ തന്നെ ഈ കുടുംബത്തിന് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള സ്കൗട്ട്സ്, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ അവർക്ക് തന്നെ ഇതിന്റെ വീട് നിർമ്മിക്കാനുള്ള ചുമതല നൽകുകയും അതനുസരിച്ച് ഈ സംസ്കാര ചടങ്ങുകൾക്ക് നടന്ന പിറ്റേ ദിവസം തന്നെ ബന്ധപ്പെട്ടവരെത്തി ഇതിന്റെ എസ്റ്റിമേറ്റും മറ്റു പ്ലാനും എല്ലാം തയ്യാറാക്കി നമ്മൾ ആ വീടിന്റെ രൂപരേഖ തയ്യാറാക്കി അത് ഈ വീട്ടുകാരെ കാണിച്ചു. അവരുടെ കൂടി ഇഷ്ടത്തിന് യോജിച്ച നിലയിലാണ് ആ വീടിന്റെ നിർമ്മാണം. 3.5-4 മാസം കൊണ്ട് വീട് പൂർത്തീകരിക്കും. 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഭവനമാണ് ഇതിന്റെ ആശ പോലെ തന്നെ അവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ കണ്ടപ്പോൾ അമ്മയും നമ്മളോട് പറഞ്ഞു, ഞങ്ങൾ 4 പേരുടെയും സ്വപ്നമായിരുന്നു. ഞങ്ങളുടെ സ്വപ്നം മിഥുൻ ഇപ്പോൾ അവനിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന അമ്മയുടെ വാക്കുകൾ, അത് ഇത്രമാത്രം നൊമ്പരത്തിൽ നിന്നുകൊണ്ട് ആ മകൻ എത്രത്തോളം അവർ സ്നേഹിച്ചിരുന്നു. ഒപ്പം തന്നെ ആ മകൻ ഞാൻ ജോലി ചെയ്ത് വീട് സമ്പാദിക്കുമെന്ന് ഈ പ്രായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരു അതുല്യ പ്രതിഭ തന്നെ ആയിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. തീർച്ചയായും. ശരി, രാജ്കുമാറാണ് ആ തറക്കല്ലിടൽ ചടങ്ങിൽ നേരിട്ടെത്തിയ റിപ്പോർട്ടർ കൂടിയാണ്, ഞങ്ങളുടെ പ്രതിനിധിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിടെ കണ്ടത് ആ കുടുംബത്തിൻ്റെ ആ തീരാ നഷ്ടമാണെങ്കിൽ പോലും അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. അതിന് പിണറായി സർക്കാർ മുൻകൈയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസമായി അവർ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതാണ് രാജ്കുമാർ പറിച്ചു നട്ടത്. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. തോട്ടം ഭൂമിയല്ലെന്ന് വിശദീകരിക്കാൻ ലീഗിൻ്റെ തിരക്കിട്ട യോഗത്തിലും വാക്കുതർക്കം. PK ബഷീർ MLA ദുരന്തബാധിതരെ അവഹേളിച്ചുവെന്നും ആരോപണമുയർന്നു. ഭൂമി ദുരന്തബാധിതരുടെ പേരിലേക്ക് മാറ്റാൻ തിരക്കിട്ട നീക്കം ലീഗ് നടത്തുന്നു. ബുധനാഴ്ച 85 പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുമെന്നാണ് യോഗത്തിൽ അറിയിച്ചത്. ചൂരൽമല പുനരധിവാസ പദ്ധതിക്കായി മുസ്ലിം ലീഗ് വാങ്ങിയ തോട്ടഭൂമി ഗുണഭോക്താക്കളുടെ പേരിലേക്ക് മാറ്റാൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത്. തോട്ടം ഭൂമി തരമാറ്റിയെന്ന ലാൻഡ് ബോർഡ് കണ്ടെത്തലിൽ കേസെടുക്കാൻ അനുമതി തേടി സംസ്ഥാന ലാൻഡ് ബോർഡിന് സോണൽ ലാൻഡ് ബോർഡ് കത്ത് നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ ഇപ്പോഴത്തെ ഉടമയായ പാണക്കാട് സാദിഖലി തങ്ങളെയും കേസിൽ കക്ഷി ചേർക്കാൻ അനുമതി തേടി. സാദിഖലി തങ്ങളുടെ പേരിലേക്ക് കൂടി നിയമ നടപടി എത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ഗുണഭോക്താക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റാനുള്ള തിരക്കിട്ട നീക്കം നടക്കുന്നത്. വരുന്ന ബുധനാഴ്ചയോടെ സർക്കാർ ലിസ്റ്റിൽ ഉള്ള 85 പേരിലേക്ക് സ്ഥലം മാറ്റി രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. മുട്ടലിൽ ചേർന്ന മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗത്തിൽ PK ബഷീർ MLA രജിസ്ട്രേഷൻ നടത്തുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. വീട് പൂർത്തിയാക്കിയ ശേഷം വീടും സ്ഥലവും ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകും എന്നായിരുന്നു ലീഗ് നേരത്തെ അറിയിച്ചത്. പദ്ധതിയെക്കുറിച്ച് പുറത്തുവരുന്ന വാർത്തകളിൽ ആശങ്കയറിയിച്ച ഗുണഭോക്താവിനോട് PK ബഷീർ MLA മോശമായ ഭാഷയിൽ സംസാരിച്ചെന്നും സൂചനയുണ്ട്. ചെങ്കല്ലാണോ കട്ടയാണോ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുക എന്ന് ചോദിച്ച ആളോട് ചെളി കൊണ്ടാണ് വീട് പണിയുക എന്നായിരുന്നു PK ബഷീറിന്റെ മറുപടി. PV ജോഷില, കൈരളി ന്യൂസ്, വയനാട്. തീർച്ചയായും ജോഷില കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതിനിധി. ജോഷില, നമ്മൾ ഈ ഭൂമി തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറം ലോകത്തെത്തിച്ചത് കൈരളി ന്യൂസാണ്. കാരണം വെറും 20,000 രൂപയുടെ വസ്തു, 22,000 രൂപയുടെ വസ്തു, അതും തോട്ടഭൂമി, അത് 1,20,20,000 വാങ്ങുന്നു. അത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിൽ നിന്ന്. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ ഭൂമി തട്ടിപ്പ് അതിൻ്റെ പുതിയ മാനങ്ങളാണ്
ഈ ഏറനാട് MLA PK ബഷീർ സൂചിപ്പിച്ചതുപോലെ ചെളി വെച്ച്, അതായത് പണ്ട് ലൂയി 16 ഭാര്യ പറഞ്ഞതുപോലെ ബ്രെഡ് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ കേക്ക് വാങ്ങി കഴിക്കൂ എന്ന് ജനങ്ങളോട് പറഞ്ഞതുപോലെ അതിന് സമാനമായി തോന്നിയത്. ചെളി വെച്ചാണ് വീടുണ്ടാക്കുന്നതെന്ന് ആക്ഷേപിക്കുന്നു അവരെ. ഇവരെ പ്രതീക്ഷിച്ച് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വീട് വാങ്ങാതെ മാറി നിന്നവരുണ്ട്. തീർച്ചയായും അജിംഷാദ്, ആളുകളെ വഞ്ചിക്കുക മാത്രമല്ല പരിഹസിക്കുന്ന രൂപത്തിലേക്ക് ലീഗ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതും ദുരന്ത ബാധിതരെ, മക്കളും അമ്മയും അച്ഛനും എല്ലാം നഷ്ടപ്പെട്ട് ഭൂമിയും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്നവരുടെ പേരിലാണ് പണം സമ്പാദിച്ചത്, പണം പിരിച്ചെടുത്തത്. ആ പണം ഉപയോഗിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നതല്ലാതെ ദുരന്ത ബാധിതരോട് യാതൊരു കരുണയും കാണിക്കാത്ത വിധത്തിലാണ് ഈ ലീഗിന്റെ പെരുമാറ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് കഴിഞ്ഞ ദിവസം അവർ കൊടുക്കാൻ 110 പേർക്കാണ് വീടും അതുപോലെ സ്ഥലവും നൽകാമെന്ന് പറഞ്ഞത്. 10 സെന്റ് സ്ഥലം നൽകാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പോഴത് 8 സെന്റ് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിച്ച ആളുകളോട്, ഇവരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച ആളുകളോടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വീട് നിർമ്മിക്കുക, കല്ലുപയോഗിച്ചാണോ അതോ സിമന്റ് കട്ടകൾ ഉപയോഗിച്ചാണോ എന്നൊക്കെ ചോദിച്ച ആളുകളോടും അവരുടെ ഒരു ആശങ്കയാണ് അവർ പുറത്തുവിട്ടത്. ആ ആശങ്കയിൽ ചോദിച്ചവരോടൊക്കെ തന്നെ ലീഗിന്റെ നേതാക്കൾ PK ബഷീർ MLA പറഞ്ഞത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വെക്കും, ചെളി കൊണ്ട് ചിലപ്പോൾ നിർമ്മിച്ച് നൽകും, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി താമസിച്ചോ എന്നുള്ളതാണ്. ഇത് ആരുടെ പൈസ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുപോലും ലീഗിന്റെ നേതാക്കൾ മറന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ദുരന്തബാധിതർക്ക് ഇത് നേരിട്ട് ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിന്ന് സാമ്പത്തികമായി വളരെ അച്ചടക്കമുള്ളവരായി അല്ലെങ്കിൽ വളരെ കൃത്യമായ സമ്പത്തിന്റെ ഉടമകളായി മാറുമായിരുന്നു. ഇതാണ് പിരിച്ചെടുത്ത് സ്വന്തം കീശ വീർപ്പിക്കാനായി ലീഗിന്റെ നേതാക്കൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.20 ലക്ഷം രൂപ സെന്റിന് വെച്ചാണ് അവർ 3 കോടിയോളം രൂപ കല്ലങ്കോടൻ മൊയ്തു എന്ന് പറഞ്ഞയാൾ ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അമ്മാവൻ, ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ അംഗം, ഇദ്ദേഹം തന്റെ 3 ഏക്കർ ഭൂമി ലീഗിന് തന്നെ വിറ്റുകൊണ്ടാണ്, അതും തോട്ടം ഭൂമി വിറ്റുകൊണ്ടാണ് 1.20 ലക്ഷം രൂപ സെന്റിന് വാങ്ങിക്കൊണ്ട് 3 കോടി സ്വന്തം കീശ വീർപ്പിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതൊക്കെ തന്നെ ആദ്യം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ രേഖകളുണ്ട്, തോട്ടം ഭൂമിയല്ല കരഭൂമിയാണെന്ന് പറഞ്ഞ ലീഗിന് പിന്നെ മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയായി. രേഖകൾ ഇല്ല. അതുപോലെ തന്നെ തീർച്ചയായും ജോഷില സൂചിപ്പിച്ച പോലെ ആ രേഖകൾ സൂചിപ്പിക്കുമ്പോൾ പണ്ട് ശങ്കരാടിയുടെ കഥാപാത്രം ഉയർത്തിക്കാട്ടിയതുപോലെ കൈ രേഖകൾ കാട്ടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ജോഷില ഈ വാർത്തകളൊക്കെ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൈരളി ന്യൂസ് തീർച്ചയായും ജോഷില സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.